നമസ്കാരം. ആസ്മ ബേസിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചയായിട്ടെടുക്കുന്നത് ഒരു കുഞ്ഞിന് ആസ്മ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെപ്പറ്റി പറയാനാണ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നോർമൽ ശ്വാസനാളം എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കാം. അതായത് നല്ല ഒരു ദ്വാരമായിട്ടുണ്ട്, നല്ലൊരു പാസേജാണ് ശ്വാസം എടുക്കാനും വിടാനും സാധിക്കുന്നത്. ഇതാണ് നോർമൽ അവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്കൊരു ശ്വാസനാളത്തിൻ്റെ ഭാഗത്ത് കട്ടി വരുന്നുണ്ട്, അതായത് കുറച്ച് നീരടിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, എന്തൊരു പ്രശ്നമുണ്ട്, ശ്വാസം വിടാനും എടുക്കാനും തടസ്സമുണ്ട്. മൂന്നാമത്തെ സ്റ്റേജാണ് സിവിയർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ശ്വാസം എടുക്കാനോ വിടാനോ ബുദ്ധിമുട്ട് വരുന്ന ഒരു സ്റ്റേജാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആസ്മയിൽ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലോട്ട് പോകാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകണം. അത് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും നല്ലത്. ഈ അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നന്ദി.